الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أيها الناس أوصيكم عباد الله وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. അള്ളാഹുവിന്റെ സത്യവിശ്വാസികളായ അടിമകൾ, ഉടമസ്ഥനായ അള്ളാഹുവിന്റെ വിധിവിലക്കുകളെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുവാനും അതിൽ കൂടി ദുനിയാവിനും നാളെ ആഖിറത്തിനും വിജയം കരസ്ഥമാക്കുവാനും ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഉപദേശിക്കുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഇസ്ലാമിന്റെ അടിസ്ഥാന വാചകമായി രണ്ട് വാചകങ്ങൾ നമ്മളെ പഠിപ്പിച്ചു. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇതാണ് ആ രണ്ട് വാക്ക്. മനുഷ്യരിൽ നിന്നും ഇസ്ലാമിലേക്ക് പ്രവേശിക്കുന്ന ഒരാള് ഈ രണ്ട് വാചകത്തിലുമുള്ള ഷഹാദ പൂർത്തിയാക്കണം. ഒന്ന്, അല്ലാഹുവേ നിന്നെയല്ലാതെ ഞാൻ ആരാധിക്കൂല, ഇബാദത്ത് നിനക്കല്ലാതെ നിന്റെ അടിമകളിൽപ്പെട്ട ഏതെങ്കിലും വസ്തുക്കൾക്കോ വ്യക്തികൾക്കോ ശക്തികൾക്കോ ഒരിക്കലും മരിക്കുന്നത് വരെ ഞാൻ നൽകൂല. ഇതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. രണ്ടാമത്തെ വാചകം മുഹമ്മദുർ റസൂലുള്ളാഹ്. അതേപോലെ അല്ലാഹുവേ നിനക്ക് ഇബാദത്ത് ചെയ്യുവാനും നിന്റെ കൽപ്പനകൾ അനുസരിക്കാനും നീ നിരോധിച്ച കാര്യങ്ങൾ ഒഴിവാക്കാനും നീ എനിക്ക് വേണ്ടി നിയോഗിച്ച മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന നിന്റെ റസൂൽ മാത്രമായിരിക്കും എന്റെ മാതൃക, എന്റെ നായകൻ. ഇതാണ് രണ്ട് ഷഹാദ എന്ന് പറഞ്ഞ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു ഇസ്ലാം ദുനിയാവിലില്ല. ഉലമാക്കൾ പറഞ്ഞു, ഒരാൾ പക്ക മുവഹിദ, അയാൾ തൗഹീദിനെതിരായി ഒരു കടുക് മണിയോളം തൂക്കം പ്രവർത്തിക്കാത്ത മനുഷ്യനാണ്. പക്ഷെ മുഹമ്മദുർ റസൂലുള്ളാഹിയെ ജീവിതത്തിൽ സ്വീകരിക്കാത്തവനാണെങ്കിൽ അവന്റെ തൗഹീദ് ബാത്തിലാണ്, മർദൂദാണ്, അല്ലാഹുവിന്റെ അടുക്കൽ സ്വീകാര്യമല്ല. അതുകൊണ്ടാണ് ആ രണ്ട് വാചകത്തെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുമിച്ച് പഠിപ്പിച്ചത്. പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന് ഒരു സത്യവിശ്വാസി പറയുമ്പോൾ അയാള് ആദ്യം പാലിച്ചിരിക്കേണ്ടുന്ന ഒരു ഷർത്തുണ്ട്, ഒരു നിബന്ധനയുണ്ട്. അത് ഈ പറഞ്ഞ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
ആരാണ് എന്നവൻ അറിഞ്ഞിരിക്കലാണ്. അതാരാണ് എന്നറിയാതെ നാവ് കൊണ്ട് വെറുതെ മുഹമ്മദ് എന്ന പേര് പറഞ്ഞാൽ ആ ഷഹാദ അല്ലാഹുവിന്റെ അടുക്കൽ ഖബൂലാവൂല. അതുകൊണ്ടാണ് ശൈഖുൽ ഇസ്ലാം ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹു തആല ഇൽമുകളെ മൂന്നായി തരംതിരിക്കുകയും അതിൽ ഒന്ന് മഅരിഫത്തുൽ അബ്ദി നബിയഹു എന്ന് പറയുകയും ചെയ്തത്. ഇൽമു മൂന്ന് തരത്തിലാണ്. ഒന്ന് അടിമ അല്ലാഹുവിനെ അറിയലാണ്. രണ്ട്, ആ അടിമ അല്ലാഹു നമുക്ക് വേണ്ടി നിയോഗിച്ച മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന അബ്ദുല്ലാന്റെയും ആമിനയുടെയും മകനെ സംബന്ധിച്ച് അറിയലാണ്. മഅരിഫത്ത് ഉണ്ടാവണം. അതുകൊണ്ടാണ് സലഫുകൾ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ താരീഖിന്റെ കിതാബുകൾ ക്രോഡീകരിച്ചത്. നമ്മുടെ ഇസ്ലാമിക ലോകത്ത് ആയിരക്കണക്കിന് സീറത്തുൻ നബവിയുടെ കിതാബുകളുണ്ട്, പ്രവാചക ചരിത്രം. അതൊന്നും മുൻഗാമികളായ ഉലമാക്കൾ വെറുതെ നേരം പോക്കിന് എഴുതി വെച്ചതല്ല. പുസ്തകം എഴുതി കച്ചവടം ചെയ്ത് കാശുണ്ടാക്കാനും എഴുതിയതല്ല. അതുമല്ലെങ്കിൽ ചില ആളുകൾക്ക് ആ പുസ്തകങ്ങൾ വാങ്ങി തട്ടുംപുറത്ത് ഭംഗിക്ക് വെക്കാൻ വേണ്ടിയിട്ടുമല്ല. ആ കിതാബുകൾ രചിക്കപ്പെട്ടത് സത്യവിശ്വാസികൾ അവരുടെ നേതാവിനെ സംബന്ധിച്ച് പഠിക്കാനാണ്, അറിയാനാണ്. ആ അറിവിലൂടെ അവർ നൽകുന്ന ഷഹാദത്ത് പൂർത്തിയാവാനാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനനം മുതൽ വഫാത്ത് വരെയുള്ള താരീഖുകൾ അറിയാത്തവനായിട്ടൊരു മുസ്ലിം ഉണ്ടായിക്കൂടാ എന്നർത്ഥം. അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുഹബ്ബത്ത് വക്കൽ നമ്മുടെ അഖീദയുടെ ഭാഗമാണ്. അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. അല്ലാഹു പറഞ്ഞു, സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് അവരുടെ സ്വന്തം ശരീരത്തെക്കാളും അധികം അവരുമായിട്ട് എടുത്തോരാണ്. സ്വന്തം നഫ്സിനെ ഒരുപക്ഷെ അപകടത്തിൽപ്പെടുത്തിയാലും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അപകടത്തിൽപ്പെടുത്തുന്നത് ഒരു മുഅ്മിനിന് യോജിച്ചതല്ല. അതൊക്കെ സഹാബാക്കൾ പല യുദ്ധക്കളത്തിലും തെളിയിച്ച് കാണിച്ചതുമാണ്. എന്റെ നഫ്സിന്റെ താല്പര്യത്തിൽ എനിക്ക് വിലയില്ല എപ്പോൾ അതിനപ്പുറത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ താല്പര്യമുണ്ടെങ്കിൽ, എന്റെ തീരുമാനങ്ങൾക്ക് ഒരു സ്ഥാനവും എന്റെ ജീവിതത്തിൽ ഇല്ല എപ്പോൾ അതിനപ്പുറത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തീരുമാനം ഉണ്ടെങ്കിൽ, ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. എങ്കിൽ ഈ മുഹബ്ബത്തും ഈ പരിഗണനയും വരുന്നത് എപ്പോഴാണ്? ആ പ്രവാചകനെ സംബന്ധിച്ച് സത്യവിശ്വാസികൾ അറിയുമ്പോഴാണ്. അതിനെ അറിയാൻ വേണ്ടി പറഞ്ഞു. ഇൽമു വർദ്ധിക്കും തോറും മുഹബ്ബത്തും അടുപ്പവും ആ പ്രവാചകരുമായിട്ട് കൂടും. അതിനു വേണ്ടിയിട്ടാണ്. അതിന്റെ ഒന്നാമത്തെ ഭാഗമായി ബഹുമാനപ്പെട്ട ഉലമാക്കൾ എഴുതിയത് അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരിഗണിച്ച രീതിയുള്ള പരിശുദ്ധ ഖുർആനിൽ അത് നമ്മൾ അറിയണം. നമ്മൾ വെറുതെ സ്നേഹമുണ്ടെന്ന് പറയുന്നതിന് കാര്യമില്ല, ചില ആളുകൾ മാറ്റിവെക്കുന്നതിനും കാര്യമില്ല. എന്നാൽ ചില ആളുകൾ ഈ ഇമ്മറിന്റെ ആളുകൾ ആ പ്രവാചകനെ സ്നേഹിക്കലില്ല എന്ന് തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. അതും മാറണം. അങ്ങനെ പല ആളുകളും ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും റബീഉൽ അവ്വൽ മാസം വരാൻ പോവാണ്. അങ്ങനെ പറയും സലഫികൾ ഇപ്പൊ തുടങ്ങും പ്രസംഗിക്കാൻ, അവർക്ക് പ്രവാചകനോട് സ്നേഹമില്ല, അവർ മഹബ്ബത്ത് ഇല്ലാത്തവരാണ്, മദ്ഹ് പറയാത്തവരാണ്. അതൊക്കെ വെറും കള്ളമാണ്. അതൊക്കെ വെറുതെ ആളുകളുടെ മനസ്സിന് വസ്വാസം ഉണ്ടാക്കാൻ പറഞ്ഞുണ്ടാക്കി തീർക്കുന്ന വെറും വാക്കാണ്. അങ്ങനെ അല്ലാഹുവിന്റെ റസൂലിനെ പരിഗണിക്കാതെയും സ്നേഹിക്കാതെയും അപ്രവാചകന്റെ മദ്ഹ് പറയാതെയും ഒരാൾക്ക് ദുനിയാവിൽ മുസ്ലിമായി ജീവിക്കാൻ തന്നെ സാധിക്കൂല. പിന്നെ മാറ്റിവെക്കല്. അതുകൊണ്ട് തന്നെ സത്യവിശ്വാസികൾ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെട്ട് ഖുർആനിന്റെയും ദീനിന്റെയും അതേപോലെ തന്നെ സലഫികളുടെയും നിലപാടുകൾ അറിയണം. ഒന്ന്, അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പ്രവാചകന് കൊടുത്തിരിക്കുന്ന പരിഗണനയാണ്. സൂറത്തു ആലി ഇംറാനിൽ നിങ്ങളൊന്ന് പരിശോധിക്കണം, വായിച്ചു നോക്കണം, വെറുതെ കേട്ടിട്ട് പോയിക്കൂടാ. 81-ാമത്തെ ആയത്ത്. അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്കും നിങ്ങൾക്കും വേണ്ടി നിയോഗിച്ച മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആകാശ ലോകത്തുള്ള അല്ലെങ്കിൽ നിയോഗിക്കപ്പെട്ട പ്രവാചകന്മാരുടെ മുമ്പിൽ പറയപ്പെട്ട ഏറ്റവും വലിയൊരു പ്രത്യേകത പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു പറഞ്ഞു,
വഇദ് അഖദല്ലാഹു മീസാഖൻ നബിയ്യീന, അല്ലാഹു മുമ്പ് വന്ന പ്രവാചകന്മാരോട് ഒരു കരാർ സ്വീകരിച്ചിട്ടുണ്ട്. മുമ്പ് വന്ന പ്രവാചകന്മാർ എന്ന് പറഞ്ഞാൽ ആദം നബി തൊട്ട് ഈസാ നബി വരെ 1.25 ലക്ഷത്തോളം വരുന്ന അംബിയാ മുർസലീങ്ങളിൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒഴിച്ച് ബാക്കിയുള്ള ഓരോ നബിമാരോടും ഓരോ റസൂലുമാരോടും അല്ലാഹു കരാർ വാങ്ങിയിട്ടുണ്ട്, മീസാഖ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്, ഉടമ്പടി ചെയ്യിപ്പിച്ചിട്ടുണ്ട്. രണ്ട് കാര്യങ്ങളെ. ഒന്ന്, ലമാ ആതൈതുകും മിൻ കിതാബിൻ വഹിക്മ, നിങ്ങൾക്ക് അല്ലാഹു ആകാശ ലോകത്തിൽ നിന്നും കിതാബുകൾ ഇറക്കി തന്നിട്ടുണ്ട് ചില പ്രവാചകന്മാർക്ക്. അതേപോലെ വഹീയിലൂടെ മറ്റുള്ളവർക്കില്ലാത്ത ചില അറിവുകളും നൽകിയിട്ടുണ്ട്. അതിനോടൊപ്പം അല്ലാഹു നിങ്ങൾക്ക് തന്ന മറ്റൊരു അറിവും കൂടിയുണ്ട്. ثم جاءكم رسول مصدق لما معكم, നിങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്ന ഈ കിതാബിനെയും നിങ്ങളെ നിയോഗിക്കപ്പെട്ടിരിക്കുന്ന ആ വസ്തുതയെയും, അഥവാ നിങ്ങൾ പ്രവാചകന്മാരായിരുന്നു, നിങ്ങൾക്ക് ദീനുൽ ഇസ്ലാമിൽ ശരീഅത്ത് നൽകപ്പെട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് ഇന്ന കിതാബുകളൊക്കെ തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് നിങ്ങളെ സത്യമാക്കുകയും ചെയ്യുന്ന ഒരു പ്രവാചകൻ പിന്നീട് വന്നാൽ അത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. നമുക്ക് മുമ്പ് വന്ന പ്രവാചകന്മാരെ പറ്റിയും അവർക്ക് നൽകപ്പെട്ട കിതാബുകളെ പറ്റിയും പറഞ്ഞു തന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അങ്ങനെ നിങ്ങളെ സത്യമാക്കുന്ന പ്രവാചകൻ വരികയും ചെയ്താൽ, അഥവാ ആ കാലത്ത് നിങ്ങൾ ജീവനോടെ ഉണ്ടെങ്കിൽ, പ്രവാചകന്മാരോട് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വരുമ്പോ ദുനിയാവിൽ നിങ്ങൾ ജീവനോടെ ഉണ്ടെങ്കിൽ നിങ്ങൾ രണ്ട് കാര്യങ്ങൾ ചെയ്യണം. ഒന്ന്, ലതുഅ്മിനുന്ന ബിഹി, നിങ്ങളും ആ പ്രവാചകനിൽ വിശ്വസിച്ച് ആ പ്രവാചകന്റെ ഉമ്മത്തിയായി ജീവിക്കണം. നമ്മൾ നബിയാണ്, നമ്മൾ റസൂലാണ്, നമുക്കൊരു കിതാബുണ്ട്, നമുക്കൊരു ശരീഅത്തുണ്ട്, അതൊന്നും പറഞ്ഞാൽ പിന്നെ അർത്ഥമില്ല. അത് നിങ്ങൾ പറയാനും പാടില്ല. അവിടെ കരാർ താങ്ങിയത് നിങ്ങൾ ആ പ്രവാചകനെ വിശ്വസിക്കണം. നിങ്ങൾ ആ പ്രവാചകന്റെ സഹായിയായി കൂടെ കൂടുകയും ചെയ്യണം. ഇതാണ് അല്ലാഹു അമ്പിയാക്കളോട് വാങ്ങിയ കരാർ. ഇതെന്തിനാ അല്ലാഹു പറഞ്ഞത്? ഈ പ്രസംഗിക്കുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും നമ്മുടെ പ്രവാചകന്റെ വില മനസ്സിലാക്കാൻ, അത് മനസ്സിലാക്കിയിട്ടില്ല എന്നതാണ് വസ്തുത. അതാണ് സത്യം. ആദ്യ മുഹമ്മദ് റസൂലുള്ളാഹി എന്ന പേരറിയാമെന്നല്ലാതെ, അത് കേൾക്കുമ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് സ്വലാത്ത് ചൊല്ലുമെന്നല്ലാതെ, അല്ലെങ്കിൽ കുറച്ചും കൂടി അങ്ങോട്ട് പോയാൽ മക്കത്തിൽ ജനിച്ച മദീനത്ത് വഫാത്തായ അബ്ദുല്ല ആമിന ദമ്പതികളുടെ മകനായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അതിന്റെ അപ്പുറത്ത് അറിയൂല്ല, അറിയാൻ ശ്രമിക്കാറുമില്ല. ജീവിതത്തിൽ സ്വന്തത്തെക്കാളും ഏറെ സ്വന്തത്തോട് ചേർത്ത് വെക്കാറുമില്ല ഭൂരിപക്ഷം മുസ്ലിമീങ്ങളും. സ്നേഹമുണ്ടെന്ന് പറയുന്നവരും അത് ആഘോഷിക്കുന്നവരും അതിനുവേണ്ടി ജീവൻ കൊടുക്കാൻ തയ്യാറായവരും ഇതറിഞ്ഞിട്ടുണ്ടാവില്ല. അംബിയാ മുർസലീങ്ങൾക്ക് വരെ ബാധകമാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇത്തിബാ ചെയ്യാൻ. അല്ലാഹു പറയാൻ, ഖാല അഖറർതും വഅഖൽതും അലാ ദാലികും ഇസ്രി, ഏ പ്രവാചകന്മാരെ, ഞാൻ നിങ്ങളോട് ചെയ്ത ഈ കരാർ നിങ്ങൾ ഉറപ്പായിട്ടും സ്വീകരിക്കൂലേ? ഇത് നിങ്ങൾ പൂർത്തിയാക്കൂലേ? ലംഘിച്ചു കളയുമോ? പ്രവാചകന്മാര് പറഞ്ഞു, അഖറർന ഫശ്ഹദു, അതേ റബ്ബേ നമ്മൾ സമ്മതിച്ചു. അല്ലാഹു പറഞ്ഞു, ഫശ്ഹദു, എന്താ നിങ്ങൾ സാക്ഷിയായിക്കോളിൻ, ഞാനും ആ വാക്കിൽ നിങ്ങളുടെ കൂടെ സാക്ഷിയാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമ പറഞ്ഞു, ഫഅഖദ അല്ലാഹു മീസാഖൻ നബിയ്യീന അജ്മഈൻ, ലോകത്ത് വന്ന മുഴുവൻ അമ്പിയാക്കളോടും അല്ലാഹു കരാർ വാങ്ങിയിട്ടുണ്ട്. അയ്യുമിനു ബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ വിശ്വാസം കൈക്കൊള്ളാൻ, വയൻസുറൂഹു, അവർ അദ്ദേഹത്തെ സഹായിക്കുവാനും, ഇൻ അദ്റകൂഹു, അഥവാ അവർ അവരുടെ ജീവിതത്തിൽ പ്രവാചകനെ കണ്ടുമുട്ടുകയാണെങ്കിൽ. ഇത് അല്ലാഹു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകിയ ഏറ്റവും വലിയ ഒരു മഹത്വമാണ്. അത് നമ്മൾ അറിയണം. എങ്കിലേ ആ പ്രവാചകന് ഒരു വില വരുള്ളൂ മനസ്സിൽ. മാത്രമല്ല, ഇമാം ഖുതുബി റഹ്മഹുല്ലാഹു തആല പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്രയും വലിയ ഒരു കരാർ പ്രവാചകന്മാരോട് വാങ്ങിയത് നമുക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ്. അല്ലാഹു അവന്റെ മഖ്ലൂഖാത്തുകളുടെ കൂട്ടത്തിൽ എത്രത്തോളം
മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിഗണിക്കുന്നുണ്ട് എന്ന്. എങ്കിൽ നിങ്ങളും അങ്ങനെ പരിഗണിച്ചോളൂ എന്ന് അല്ലാഹുവിന്റെ കൽപ്പനയാണ്. ഒരു ദിവസം ഉമർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ തൗറാത്തിന്റെ ഒരു കോപ്പി കൊണ്ടുവന്ന് കാണിച്ചു. മദീനയിൽ ജൂതന്മാരുണ്ട്, അവിടെ തൗറാത്തിന്റെ ക്ലാസുകളും നടക്കാറുണ്ട്. ഒരു ദിവസം അദ്ദേഹം ആ ക്ലാസ്സിൽ പങ്കെടുത്തു, അതിന്റെ ഒരു കോപ്പിയും വാങ്ങിയിട്ട് വന്നു. എഴുത്ത് അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ കാണിച്ചു. പറഞ്ഞു, യാ റസൂലല്ലാഹ്, ബനൂ ഖുറൈദക്കാരിൽ നിന്നും കിട്ടിയതാണ്, അവരിത് വായിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ കണ്ടു. അപ്പൊ ഖുർആനിൽ പറയപ്പെട്ട പോലെ എനിക്ക് ചില കാര്യങ്ങൾ സാമ്യമുള്ളതായി തോന്നി, അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖം ദേശത്തിന്റെ അടയാളങ്ങൾ വരാൻ തുടങ്ങി. ചുമക്കുമായി വേഷം വന്നാൽ മുഖം ചുവന്നു തുടുത്തു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമറിനെ തോണ്ടിട്ട് പറഞ്ഞു, ഉമർ, നീ പ്രവാചകന്റെ മുഖം ശ്രദ്ധിക്കുന്നില്ലേ? അദ്ദേഹം ഉടനെ പറഞ്ഞു, റളിതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബിമുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ റസൂലാ. ഏ നബിയേ, ഞാൻ അല്ലാഹുവിന്റെ റബ്ബായും ഇസ്ലാമിനെ ദീനായും അങ്ങയെ എന്റെ റസൂലായും തൃപ്തിപ്പെട്ടിരിക്കുന്നു. ബാങ്ക് കൊടുക്കുന്ന സമയം അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് മുഅദ്ദിൻ പറഞ്ഞാൽ അതിനോടൊപ്പം ഇത് പറയൽ കേൾക്കുന്നവർക്ക് സുന്നത്താണ്. റളിതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബിമുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ റസൂലാ. ഇത് കേട്ടപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വല്ലാഹി, അല്ലാഹുവാണ് സത്യം, ലൗ കാന മൂസ ഹയ്യൻ ബൈന അദ്ഹുരിക്കും, എങ്ങനെയെങ്കിലും ആ മൂസ എങ്ങാനും നിങ്ങൾക്കിടയിൽ ജീവനോടെ വരികയാണെങ്കിൽ മാ ഹല്ല ലഹു ഇല്ലാ അൻ യത്തബിഅനി, ഞാൻ റസൂലായിരുന്നു, എനിക്ക് അല്ലാഹു തൗറാത്ത് തന്നിട്ടുണ്ട് എന്നൊന്നും മൂസക്ക് പറയാൻ പറ്റൂല. എന്റെ ശരീഅത്തിനെ ഫോളോ ചെയ്ത് മൂസ ജീവിച്ചോളണം, അല്ലാണ്ട് മൂസക്ക് രക്ഷ കിട്ടൂല. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതെ, അല്ലാഹു അത്രത്തോളം മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരിഗണിച്ചിട്ടുണ്ട്. എങ്കിൽ പ്രിയപ്പെട്ടവരെ, ഈ മിമ്പറിനും ഇതിന്റെ മുകളിൽ നിൽക്കുന്ന സലഫി ഖതീബിനും ഇവിടെ ഇരിക്കുന്ന സലഫികൾക്കും എങ്ങനെയാ അല്ലാഹുവിന്റെ റസൂലിനെ പരിഗണിക്കാണ്ടിരിക്കാൻ പറ്റിയ? എങ്കിൽ പരിഗണിക്കുന്നില്ല എന്ന് പറയുന്ന കളവല്ലേ. രണ്ടാമത്തെ കാര്യം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. തങ്ങൾക്ക് മുമ്പ് വരെ വന്ന ആദം തൊട്ട് ഈസ വരെ 1.25 ലക്ഷത്തോളം വരുന്ന അമ്പിയ മുർസലീങ്ങൾ, അവർ ഓരോരുത്തരും ഒന്നുകിൽ ഒരു കുടുംബത്തിനു വേണ്ടി, അല്ലെങ്കിൽ ഒരു നാടിനു വേണ്ടി, അല്ലെങ്കിൽ ഒരു വലിയ രാജ്യത്തിനു വേണ്ടി, അല്ലെങ്കിൽ ഒരു വലിയ ഉമ്മത്തിനു വേണ്ടി മാത്രം നിയോഗിക്കപ്പെട്ടതാണ്. പക്ഷെ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയല്ല. വമാ അർസൽനാക ഇല്ലാ റഹ്മതൻ ലിൽ ആലമീൻ, മാനവർക്ക് മുഴുവനുള്ളതാണ് എന്ന് പറഞ്ഞാൽ, ഈ ആലമീൻ എന്ന് പറയുമ്പോൾ ഇരികാലിയായ മനുഷ്യരെ മാത്രം മനസ്സിൽ കൊണ്ടുവരണ്ട. അടുത്ത ആഴ്ച നമ്മൾ പറയും ഇൻഷാ അല്ലാഹ്. ആലമീൻ കൊണ്ടുള്ള ഉദ്ദേശം അതിൽ ജിന്ന് പെട്ടു, ഇൻസ് പെട്ടു, നാൽക്കാലികൾ പെട്ടു, പക്ഷിപരവാദികൾ പെട്ടു, ജീവനില്ലാത്ത മരത്തടികൾ വരെ പെട്ടു. കാരണം സ്വഹീഹായ ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ടതാ, മസ്ജിദുൻ നബവിയിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പഴയ മിമ്പർ, ഒരു ഈത്തപ്പഴത്തിന്റെ തടി, അത് മാറ്റി പുതിയ മിമ്പറിലേക്ക് കയറിയപ്പോൾ ആ മരക്കഷണം ഏങ്ങി കരഞ്ഞ കരച്ചിലിന്റെ ശബ്ദം ഒന്നാമത്തെ സഫിലുള്ള സഹാബത്ത് കേട്ടു എന്നത് സ്വഹീഹായി സ്ഥിരപ്പെട്ടതാണ്. വമാ അർസൽനാക ഇല്ലാ റഹ്മതൻ ലിൽ ആലമീൻ, മാനവർക്ക് മുഴുവനുള്ളതാണ്. ഒട്ടകം വന്ന റസൂലിന്റെ അടുത്ത് ആമനാദി ബോധിപ്പിച്ചത് സ്വഹീഹായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടതാണ്. അതിന്റെ ഉടമസ്ഥനെ തേടി പിടിച്ച്, ഈ ഒട്ടകം എന്നോട് പരാതി പറഞ്ഞിട്ടുണ്ട്, ഒട്ടകത്തിന്റെ വിഷയത്തിൽ അല്ലാഹുവിനെ നീ സൂക്ഷിച്ചോളൂ എന്ന് പറഞ്ഞതും സ്വഹീഹായി സ്ഥിരപ്പെട്ടതാണ്. വമാ അർസൽനാക ഇല്ലാ റഹ്മതൻ ലിൽ ആലമീൻ, മനുഷ്യന്മാര് മാത്രമല്ല സർവർക്കുമുള്ള റസൂലാണ് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് മനുഷ്യരെ അല്ലാഹു എടുത്തു പറയുകയും ചെയ്തു, വമാ അർസൽനാക ഇല്ലാ കാഫത്തൻ ലിന്നാസി ബശീറൻ വനദീറാ. ഏ നബിയേ, മാനവർക്ക് മുഴുവനുമുള്ള സന്തോഷ വാർത്ത അറിയിക്കുന്നവനും മുന്നറിയിപ്പുകാരനുമായിട്ടാണ് നാം താങ്കളെ നിയോഗിച്ചിരിക്കുന്നത്. ഉമ്മത്ത് 2 വിഭാഗമാണ്. ദുനിയാവിൽ ജീവിക്കുന്ന അടിമകൾ 2 വിഭാഗമാണ്. ഒന്ന് ഉമ്മത്തു ദഅവ,
അതിൽ മുസ്ലിം പെട്ടു, അമുസ്ലിമും പെട്ടു. ദീൻ തന്നെ ഇല്ല എന്ന് പറയുന്നവനും പെട്ടു. ഇവർക്കെല്ലാവർക്കുമുള്ള റസൂലാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാമത്തേത് ഉമ്മത്തുൽ ഇജാബ, അല്ലാഹുവിന്റെ റസൂലിന്റെ ദഅവത്തിനെ സ്വീകരിച്ചവർ അഥവാ മുവഹിദുകൾ, മുഅ്മിനുകൾ, അവർക്കുമുള്ളതാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മാത്രമല്ല മൂന്നാമത്തെ കാര്യം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നബുവത്തിന്റെ പരമ്പര അവസാനിപ്പിക്കുകയും ചെയ്തു. ഇനി അങ്ങനെ ഒരാള് ദുനിയാവിൽ വരൂല ഇലാ യൗമിൽ ഖിയാമ. അല്ലാഹു പറഞ്ഞു, മാ കാന മുഹമ്മദുൻ അബാ അഹദിൻ മിൻ റിജാലികും വലാകിൻ റസൂലല്ലാഹി വഖാതമൻ നബിയ്യീൻ. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളിൽ ഒരാളുടെയും പിതാവല്ല. അവിടെ അല്ലാഹുവിന്റെ റസൂലിന്റെ ബാപ്പ എന്ന് പറയാൻ പറ്റൂല ആർക്കും. സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹു വളർത്തു മകനായിരുന്നു. സെയ്ദിനെ അല്ലാഹുവിന്റെ റസൂലിന്റെ മോനായിട്ടെന്ന് മക്കക്കാർ വിളിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ സൂറത്തുൽ അഹ്സാബിൽ ആയത്ത് ഇറങ്ങി, ഉദ്ഉഹും ലിആബാഇഹിം, മക്കളെ അവരവരുടെ പിതാക്കന്മാരിലേക്ക് മാത്രമേ ചേർത്ത് വിളിക്കാവൂ. നമ്മൾ അവരെ വളർത്തിയാലും ആ കുഞ്ഞുങ്ങളുടെ വലിയ അതേത് മനുഷ്യന്റെ ബീജത്തിലാണോ ഉണ്ടായത് അവര് മാത്രമേ ആവുകയുള്ളൂ. ഉപ്പാനെ മാറ്റി വിളിക്കരുത്. അല്ലാഹുവിന്റെ ഓർഡർ വന്നു. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എനി സയ്യിദന്റെ മകനല്ല, എന്റെ മൗലയാണ്, എന്നോടൊപ്പം ജീവിക്കുന്ന ആള് മാത്രമാണ്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അങ്ങനെ ഒരാളുടെയും പിതാവായും വിളിക്കാൻ പാടില്ല. വലാകിൻ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലാണ്. വഖാതമൻ നബിയ്യീൻ, നബിമാരിൽ അവസാനത്തെ സീലും ആണ്. അതുകൊണ്ടാണ് അഹ്ലുസുന്ന വൽ ജമാഅ ഖാദിയാനികളെ ഇസ്ലാമിൽ നിന്ന് പുറത്താക്കിയത്. ഖാദിയാനികൾ മുസ്ലിം അല്ല, അവർ കുഫാറുകളുടെ കൂട്ടത്തിലാണ്. ഇവിടെ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഖാദിയാനി വർഗത്തെ അഹ്ലുസുന്നയിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നു മുസ്ലിം ലോകം. അതിന്റെ കാരണം പരിശുദ്ധ ഖുർആനിന്റെ നസ്സിനെതിരായിട്ട് അവരെ വിശ്വാസം പുലർത്തുന്നു എന്നതാണ്. ഖുർആൻ വളരെ വ്യക്തമായി പറഞ്ഞു, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ നബിയാണ്, ഇനിയൊരു പ്രവാചകൻ വരാനില്ല. എന്നാൽ ഖാദിയാനികൾ പറഞ്ഞു, പഞ്ചാബുകാരൻ മിർസാ ഗുലാം ഖാദിയാനി അല്ലാഹുവിന്റെ നബിയാണ്, കാലം കഴിയുന്തോറും നബിമാരിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയും ചെയ്യുമെന്ന്. അത് അഹ്ലുസുന്നത്തിന്റെ അഖീദയ്ക്ക് എതിരാണ്, ഖുർആനിന്റെ നസ്സിനെതിരാണ്. അതുകൊണ്ട് അവർ ഇസ്ലാമിൽ നിന്നും പുറത്താണ്. എല്ലാവരും അംഗീകരിച്ചു. അതിന്റെ ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. ഇന്ന് നമ്മുടെ നാട്ടിൽ കാണുന്ന ഒരു ഇസ്ലാമിക പ്രസ്ഥാനവും അല്ല അവർ ഇസ്ലാമിന്റെ ഉള്ളിൽ തന്നെയാണ് എന്ന് വാദിക്കലുമില്ല. എന്താ കാരണം? അവർക്കുള്ള വാദം ഇതാണ്, അല്ലാഹു നിഷേധിച്ചിട്ടില്ല, അവർ അല്ലാഹുവിനെ നിഷേധിച്ചിട്ടില്ല. അതുകൊണ്ട് അവരുടെ പള്ളിയിൽ അല്ലാഹു അക്ബർ എന്ന വാക്കിന്റെ ശബ്ദം കേൾക്കുന്നത്. അവർ നിസ്കരിക്കണ്ടെന്നും പറഞ്ഞില്ല. അതുകൊണ്ട് അവരുടെ പള്ളിയിൽ നിസ്കാരം നടക്കുന്നത്. അവർ നോമ്പ് നോക്കും, സക്കാത്ത് കൊടുക്കുന്നുണ്ടാവും, സൽപ്രവൃത്തികൾ ചെയ്യുന്നുണ്ടാവും. അഹ്ലുസുന്നയ്ക്ക് പുറത്തു പോകാനുള്ള കാരണം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖത്മുൻ നബുവത്തിനെ അംഗീകരിക്കുന്നില്ല എന്നതാ. എന്നാ അല്ലാഹുവിനെ തന്നെ കുറ്റം പറയുന്നോനോ, എന്നാ പിന്നെ അല്ലാഹുവിനെ പകരക്കാരനെ ഉണ്ടാക്കുന്നോനോ, എന്നാ പിന്നെ അല്ലാഹു എനിക്ക് മാത്രമേ ഇബാദത്ത് പാടുള്ളൂ എന്ന് പറഞ്ഞ സ്ഥിതിക്ക് അല്ലാഹു എല്ലാത്തവരോട് ദുആ ചെയ്യുന്നവരോടോ, ഓന്റെ വിഷയം വരുമ്പോൾ മാത്രം എല്ലാവർക്കും അഭിപ്രായ വ്യത്യാസം. ഖാദിയാനികൾ ഇസ്ലാമിൽ നിന്ന് പുറത്താണെങ്കിൽ അതിന്റെ ഒരു നാള് മുമ്പേ പുറത്താക്കപ്പെട്ടതാണ്. അല്ലാഹു എല്ലാത്തവരും ഇബാദത്ത് ചെയ്യുന്നവൻ. രണ്ടും തമ്മിലൊരു വ്യത്യാസമില്ല. പക്ഷെ ഉമ്മത്തിന് അത് പറയുമ്പോൾ പിടിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഖാദിയാനികൾ ഇത്രയേ ഉള്ളൂ, കറയിൽ ഒപ്പിട്ട പോലെ. അത് പോയാൽ കുഴപ്പമൊന്നുമില്ല. എന്നാൽ അല്ലാഹുവിന് പകരക്കാരെ ഉണ്ടാക്കിയവർ മഹാഭൂരിപക്ഷമാണ്. 98 ശിർക്കുമായി ബന്ധപ്പെട്ടവരാണ്. അവരെ പുറത്താക്കാൻ പറയുമ്പോ പല ആൾക്കാർക്കും ദഹിക്കുന്നില്ല. മുജാഹിദ് എന്ന് പറയുന്നവരും, സലഫീദ് ഞാൻ പറയില്ല, മുജാഹിദ് എന്ന് പറയുന്നവരും ദഹിക്കുന്നില്ല. അല്ലെങ്ങനെ അപ്പൊ ഓരെ പുറത്താക്കല്? ഓര് നിസ്കരിക്കുന്നില്ലേ? ഖാദിയാനി നിസ്കരിക്കുന്നില്ലേ? അല്ലെങ്കിൽ ഓരെ പുറത്താക്കൽ അർക്കുമ്പോ ബിസ്മില്ലാ പറയുന്നില്ലേ? ഖാദിയാനി ബിസ്മില്ലാ പറയുന്നില്ലേ? വാക്കിലും പ്രവൃത്തിയിലും നല്ല കാര്യം നെഞ്ചിന്റെ ഉള്ളിലാണ്. അവിടെ തസ്ദീഖ് ചെയ്യൽ നിർബന്ധമാണ്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാതിമുൻ നബിയ്യാൻ, ഇനിയൊരു പ്രവാചകൻ വരാനില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു,
ഇന്ന മസലി വമസല അൽഅംബിയാഇ മിൻ ഖബ്ലി കമസലി റജുൽ, എന്റെയും എനിക്ക് മുമ്പ് വന്ന അമ്പിയാക്കളുടെയും ഉപമ ഒരാളെ പോലെയാണ്. ബനാ ബൈതൻ, അയാൾ ഒരു വീട് നിർമ്മിച്ചു. ഫഅഹ്സനഹു വഅജ്മലഹു, വളരെ ഭംഗിയായി മനോഹരമായി ആ വീട് അയാൾ തർത്തീബ് ചെയ്തു. ഇല്ലാ മൗദിഅ ലബിനത്തിൻ, ഒരു ഇഷ്ടികന്റെ സ്ഥലം ഒഴികെ, മിൻ സാവിയ, ഒരു മൂലക്ക്. വീടിന്റെ പണിയെല്ലാം കഴിഞ്ഞു, പെയിന്റ് ഒടിച്ചു, ഫർണിച്ചർ വിട്ടു, എല്ലാം റെഡിയാക്കി. പക്ഷെ ഒരു മൂലക്ക് ഒരു കല്ല് മാത്രം വെച്ചില്ല. ആളുകൾ ആ മനോഹരമായ വീടുകളെ കാണാൻ വരും. കണ്ടുപിടിക്കുന്ന അത്ഭുതം പറയും, സന്തോഷം പറയും. പക്ഷെ അതിന്റെ കൂടെ പറയും, ഈ കല്ലും കൂടി വെച്ചെങ്കിലും പൂർത്തിയായാണ്. ഈ ഇഷ്ടയും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ആ ചെറിയൊരു അയവുണ്ട്, ന്യൂനത അടന്നു പോകുമായിരുന്നു. മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ കല്ല്, ആ ഇഷ്ടിക, അത് ഞാനാണ്. ഞാൻ അമ്പിയാക്കളിൽ അവസാനത്തെയാളാണ്. ഇനി ഒരു പ്രവാചകൻ ഈ ദുനിയാവിൽ വരാനില്ല. ഇനി ഇലാ യൗമിൽ ഖിയാമ, സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിക്കുന്നത് വരെ ഈ ദുനിയാവിൽ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ശേഷം ഒരു നബി ഉദയം ചെയ്യുകയില്ല. അങ്ങനെ വരുമെന്ന് ഒരാൾ വിശ്വസിച്ചാൽ അയാൾ അഹ്ലുൽ സുന്ന വൽ ജമാഅത്തിന്റെ അഖീദക്ക് എതിരെ വിശ്വസിച്ചവനാണ്. ഒരു ഇസ്ലാമിന്റെ പടിക്ക് പുറത്തുവാൻ മുസ്ലിം എന്ന് വിളിച്ചൂടാ. മുസ്ലിമുമായിട്ട് മാത്രമുള്ള ഒരു ബന്ധവും മുശ്രിക്കിനോടെന്ന പോലെ അവരോടും ഒരിക്കലും പാടില്ല. അല്ലാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നസീബാക്കി തരട്ടെ. നാലാമതായി അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രത്യേകത പറഞ്ഞു. അതെന്താണെന്നറിയോ? പരിശുദ്ധ ഖുർആനിൽ ആദം തൊട്ട് ഈസ വരെ അലൈഹിമുസ്സലാത്തു വസ്സലാം അംബിയാ മുർസലീങ്ങളെ അല്ലാഹു വിളിക്കാൻ ഉപയോഗിച്ചത് അവരുടെ പേര് തന്നെയാണ്. യാ ആദം, യാ ഈസ, യാ ഇബ്രാഹിം, യാ നൂഹ്, യാ ദാവൂദ്, യാ മൂസ, കുറെ കാണാം ഖുർആനിൽ. പക്ഷെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ 114 സൂറകളിൽ 6000 ചില്ലാനം ആയത്തുകളിൽ ഒരിക്കൽ പോലും യാ മുഹമ്മദ് എന്ന് അല്ലാഹു വിളിച്ചിട്ടില്ല. നമുക്ക് ഒരു കുൽക്കുമില്ല. നമുക്ക് ആ പ്രവാചകനെ പറ്റി എന്ത് പറയാനും ഒരു ലൈസൻസും ഇല്ല. നാവ് തോന്നിയവൻ തോന്നിയ പോലെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി എന്തും പറയാ, എങ്ങനെയും പറയാ, ഒരു കുറ്റബോധമില്ലാതെ. പക്ഷെ റബ്ബുൽ ഇസ്സത്ത് വളരെയധികം ശ്രദ്ധിച്ചു പറഞ്ഞു ഖുർആനിൽ, യാ അയ്യുഹൽ മുസമ്മിൽ അന്ന് വിളിച്ച പേരാണ്. അവിടെ എന്താ യാ മുഹമ്മദ് വിളിച്ചൂടെ? നബി ആകുന്ന തുടക്കാണത്. അന്ന് നബി ആകുന്നേ ഉള്ളൂ. യാ അയ്യുഹൽ മുസമ്മിൽ മുഹമ്മദ് എന്ന് വിളിച്ചില്ല. ഇതുകൊണ്ടറിയോ അത്ര വലിയ സ്ഥാനം അല്ലാഹു കൊടുക്കുന്നു മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്. അങ്ങനത്തെ ഒരാളുടെ ഉമ്മത്തിയാണ് ആര്? ഇതിന്റെ മുകളിൽ നിൽക്കുന്ന ഞാനും നിങ്ങളും വന്ന ഈ കൃത്യക്കേട് കാണിക്കുന്നവർ. നമ്മൾ എങ്ങനെയാ അല്ലാഹുക്ക് ശുക്ർ പറയാ? അങ്ങനത്തെ ഒരു പ്രവാചകന്റെ ഉമ്മത്തിയാക്കിയതിന്റെ പേര് അല്ലാഹു ബഹുമാനിച്ചതാണ്. യാ അയ്യുഹൽ മുദ്ദസ്സിർ. വഹ്യ് വന്നപ്പോൾ പേടിച്ചിട്ട് ഖദീജ ബീവിന്റെ വീട്ടിലേക്ക് ഓടി. ഖദീജ എന്നൊന്ന് പതപ്പിച്ചത് അസമ്മിലൂനി, പേടിയാവുന്നു, വഴക്കുന്നുണ്ട്. ഭാര്യ പതപ്പിച്ചു കൊടുത്തു. അന്നേരാ ജിബ്രീൽ വന്നത്. വിളിച്ചത് യാ അയ്യുഹൽ മുസമ്മിൽ, പുതപ്പ് മൂടി കിടക്കുന്നവനെ എഴുന്നേൽക്ക്. ഇസ്ബിൻ അബ്ദുസ്സലാം റഹ്മഹുല്ലാഹു തആല പറഞ്ഞു, ഒരു മുതലാളി, ഉദാഹരണം പറയാം, അയാൾക്ക് കുറെ ജോലിക്കാരുണ്ട്. എല്ലാ ജോലിക്കാരെയും പേരെടുത്ത് വിളിക്കും. എന്നാൽ അതിൽപ്പെട്ട ഒരാൾ മാത്രം അയാളുടെ സ്വഭാവത്തിൽ ആ മുതലാളിക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്വഭാവം എടുത്ത് വിളിച്ചാൽ ബാക്കിയുള്ള ജോലിക്കാർ എന്തായിരിക്കും മനസ്സിലാക്കുക? ഒരാൾക്ക് അയാളോട് എന്തോ ഒരു അടുപ്പമുണ്ട്, അയാൾ അങ്ങനെ വിളിച്ചത്. എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റംബിയാ മുർസലീങ്ങൾക്ക് വ്യത്യസ്തനായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചത് നബുവത്തുമായി ചേർത്തിട്ടാണ്. യാ അയ്യുഹൻ നബിയ്യു, യാ അയ്യുഹർ റസൂലു. അല്ലാഹു അത്ര ബഹുമാനിച്ചിട്ടുണ്ട്. എന്റെ പ്രിയപ്പെട്ട ശബ്ദങ്ങൾക്ക് നമ്മുടെ കേരിക്കാരെ, ചെറുപ്പക്കാരെ, നിങ്ങൾ പലയിടത്തുനിന്ന് കേട്ടിട്ടുണ്ടാവും ഈ സലഫികൾക്ക് അല്ലാഹുവിന്റെ റസൂലിനോട് സ്നേഹമില്ലാത്തവരാണ്, അവരങ്ങനെയാണ് ഇങ്ങനെയാണ്. എങ്ങനെ ആവാൻ പറ്റും? അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഖുർആനിൽ വിളിച്ച പേരിങ്ങനെയാണ്.
മുഹമ്മദ് എന്ന് വിളിക്കാതെ വിശേഷണങ്ങൾ അള്ളാഹു ഇത്രയധികം ബഹുമാനിക്കുന്ന ഒരാളെ നമ്മളെങ്ങനെ മാറ്റിവെക്കുക? സാധ്യമല്ല. മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ മുഹമ്മദ് എന്ന് വിളിച്ച ആൾക്കാരെ ഖുർആനിൽ ആക്ഷേപിച്ചു. കുറച്ച് അറാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാമെന്ന് അവർ പരസ്പരം പറയാണ്, ഇൻതലിഖു ബിനാ ഇലാ ഹാദാ റജുൽ, നമുക്ക് അയാളെ പോയിട്ടൊന്ന് കാണാം. ആരെ? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ. ഒരു ഉച്ച സമയം, റസൂലുള്ളാഹി വീട്ടിൽ ഉറങ്ങുന്ന സമയം. ഫഇൻ യകുൻ നബിയ, കണ്ടിട്ട് നബിയാണെന്ന് ബോധ്യപ്പെടുകയാണെങ്കിൽ ഫനഹ്നു അസ്അദു നാസി ബിത്തിബാഇ, നമുക്ക് ഫോളോ ചെയ്യാം, പ്രശ്നമൊന്നുമില്ല. വഇൻ യകുൻ മലികൻ, ഇനിയിപ്പോൾ ഒരു രാജാവാണെങ്കിലോ നഇഷ് ഫി ജനാബി, നമുക്ക് ഇതിന്റെ കൂടെ തന്നെ കാണും, രാജാവിന്റെ കൂടെ നിൽക്കാന്ന് പറഞ്ഞാൽ അതും ഇസ്സത്തുള്ള സംഗതി തന്നെയാണ്. ഉമർ അവർ പോയി. ഫഅതൗ അൻ-നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫജഅലു യുനാദൂനഹു വഹുവ ഫീ ഹുജറതിഹി, റസൂലുള്ളാഹി വീട്ടിൽ ഉറങ്ങുക, അവർ പുറത്ത് നിന്നിട്ട് വിളിച്ചു, യാ മുഹമ്മദ്, യാ മുഹമ്മദ്. മറുപടി കൊണ്ട് വന്നത് ജിബ്രീലാണ്. ഇന്നല്ലദീന യുനാദൂനക മിൻ വറാഇൽ ഹുജറാത്ത് അക്സറുഹും ലാ യഅഖിലൂൻ വലൗ അന്നഹും സബറൂ ഹത്താ തഖ്റുജ ഇലൈഹിം ലകാന ഖൈറൻ ലഹും വല്ലാഹു ഗഫൂറുർ റഹീം. ഖിയാമത്ത് നാൾ വരെ മുഅ്മിനീങ്ങൾ ഓതിക്കൊണ്ടിരിക്കുക ആയത്ത്. ഈ വിളിച്ചാക്കിയുള്ള ആക്ഷേപം, നബിയെ നിങ്ങളെ പേര് വിളിക്കുന്നവർ ബുദ്ധിയില്ലാത്തവരാണ്. അക്സറുഹും ലാ യഅഖിലൂൻ, കുറച്ചെങ്കിലും ബോധമുണ്ടെങ്കിൽ ഞാൻ ആദരിച്ച നിങ്ങളെ അവർ പേരെടുത്തിട്ട് വിളിക്കുമോ? ഞാൻ ബഹുമാനിച്ച നിങ്ങളെ അവർ പേരെടുത്തിട്ട് വിളിക്കുമോ? അവർ ബുദ്ധിയില്ലാത്തവരാണ്. അവർക്കൊന്ന് ക്ഷമിച്ചോളെ. നിങ്ങൾ ഉറങ്ങി എഴുന്നേറ്റ് വരുന്നവരെ, വലൗ അന്നഹും സബറു ഹത്താ തഖ്റുജ ഇലൈഹിം, നിങ്ങൾ ഉറക്കം എഴുന്നേറ്റ് അവരുടെ വരുന്നവരെ അവർ ക്ഷമിച്ചിരുന്നുവെങ്കിൽ ലകാന ഖൈറൻ ലഹും, അവർ നിങ്ങളെ പരിഗണിച്ചതിന്റെ കൂലി ഞാൻ അവർക്ക് കൊടുക്കൂല നബിയെ. ഇനി വിളിക്കണ്ട എന്ന് പറ. അങ്ങനെ വിളിക്കാൻ പാടില്ല. അല്ലാഹു ആയത്തിറക്കി ഖുർആനിൽ. മാത്രമല്ല സഹാബത്തിനോട് വളരെ ശക്തമായ ഭാഷയിൽ അല്ലാഹു പറഞ്ഞു, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വർത്തമാനം പറയും പോലെ എന്റെ റസൂലിനോട് വർത്തമാനം പറയാൻ പാടില്ല. സൂറത്തുൽ ഹുജറാത്തിന്റെ തുടക്കം, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തർഫഉ അസ്വാതകും ഫൗഖ സൗത്തിൻ നബി. ഇതിന്റെ സബബ് ഈ ആയത്ത് ഇറങ്ങാൻ. ഒരു ദിവസം അബൂബക്കർ ഉമർ റളിയല്ലാഹു അൻഹുമാ ചങ്ങായിമാരാണ്. ഒരു യുദ്ധസംഘത്തെ നിയോഗിക്കുമ്പോൾ അതിന്റെ നേതൃത്വം ഏൽപ്പിക്കാൻ ഒരാളുടെ പേര് അബൂബക്കർ പറഞ്ഞു റളിയല്ലാഹു അൻഹു, വേറൊരാളുടെ പേര് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു. രണ്ടാൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനായി. അബൂബക്കർ സിദ്ദീഖ് പറഞ്ഞു റളിയല്ലാഹു അൻഹു, ഉമർ നീ എപ്പോഴും എന്റെ വാക്കിനെതിരെ നിൽക്കും. ചങ്ങായിമാരാണ്, മനുഷ്യന്മാരുമാണ്. ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ന്യായവും പറഞ്ഞു. അല്ലാഹു റസൂൽ ഇരിപ്പുണ്ട്. വർത്തമാനം കൂടി, ശബ്ദമുയരാൻ തുടങ്ങി, തർക്കത്തിന്റെ വക്കിലെത്തി. തർക്കിച്ചുകൊണ്ടിരിക്കവേ വന്നു ജിബ്രീൽ ആകാശത്തിന്റെ മുകളിൽ. ജിബ്രീൽ വന്നിട്ട് അവിടെ നോക്കിക്കൊടുത്തു, യാ അയ്യുഹല്ലദീന ആമനൂ, ഹേ സത്യവിശ്വാസികളെ, ലാ തർഫഉ അസ്വാതകും, നിങ്ങളുടെ ശബ്ദം നിങ്ങൾ ഉയർത്തരുത്, ഫൗഖ സൗത്തിൻ നബിയ്ക്ക്, എന്റെ പ്രവാചകന്റെ ശബ്ദത്തിന്റെ മുകളിൽ അനുവാദമില്ല നിങ്ങൾക്ക്. ഇനിയെങ്ങാനും നിങ്ങൾ എന്റെ പ്രവാചകന്റെ മുന്നിൽ നിന്ന് ആദരവില്ലാതെ ബഹുമാനമില്ലാതെ ശബ്ദമുയർത്തി സംസാരിച്ചാൽ ചെയ്ത അമലിനെ ബാത്തിലാക്കി കളയും. ശക്തമായ താക്കീത്. ഉമർ റളിയല്ലാഹു അൻഹു പിന്നീട് സഹാബാക്കൾ പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലിനോട് സംസാരിക്കുമ്പോൾ കേൾക്കുന്നതാക്ക് തോന്നിപ്പോ റസൂലുള്ളാഹിക്ക് മനസ്സിലായിട്ടുണ്ടോ? അത്ര പതുക്കെ സംസാരിച്ചിട്ടുള്ളൂ. കാരണം അതാരാ? മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബഹുമാനപ്പെട്ട സാബിത്ത് റളിയല്ലാഹു അൻഹു അശ്ശമ്മാസി ഒരു ദിവസം പള്ളിയിൽ അദ്ദേഹത്തെ കാണുന്നില്ല. സാബിത്ത് ബിൻ ഖൈസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്വേഷിച്ചു. സാധാരണ പള്ളിയിൽ വരുന്ന ആൾക്കാരെ കാണാണ്ടോ റസൂലുള്ളാഹി അന്വേഷിക്കൽ പതിവാണ്. അപ്പോൾ ഒരു സഹാബി പറഞ്ഞു, യാ റസൂലല്ലാഹ് അന അഅലമു ലക ഇൽമ, ഞാൻ പോയിട്ട് അന്വേഷിച്ചിട്ട് വരാം. പരക്ക് പോയിട്ട് നോക്കട്ടെ എന്താ പള്ളിയിലേക്ക് വരാത്തത്. ആ സഹാബി പോയി. ഫവജദഹു ജാലിസൻ ഫീ ബൈതിഹി മുനക്കിസൻ റഅസ. നോക്കുമ്പോൾ സാബിത്ത് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹു തലയിൽ ഇങ്ങനെ കുത്തിപ്പിടിച്ച് വീട്ടിൽ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്.
ഈ സഹാബി ചോദിച്ചു അദ്ദേഹത്തോട്, മാഷനുക്ക്, എന്ത് പറ്റി? നിന്നെ പള്ളിയിൽ കാണുന്നില്ല. റസൂലുള്ളാഹി ചോദിക്കുന്നുണ്ട്, നീ എന്താ പള്ളിയിൽ വരാത്തത്? ഫഖാല ശർറുൻ, അദ്ദേഹം പറഞ്ഞു, ഞാൻ വലിയ അപകടത്തിലാണ്, ഞാൻ വലിയ അപകടത്തിലാണ്, വലിയ മുസീബത്തിലാണ്. അദ്ദേഹം ചോദിച്ചു, എന്ത് പറ്റി നിനക്ക്? അദ്ദേഹം പറഞ്ഞു, നീ കേട്ടിട്ടില്ലേ അല്ലാഹുവിന്റെ ഖുർആനിൽ സൂറത്തുൽ ഹുജറാത്തിൽ അല്ലാഹുവിന്റെ കൽപ്പന വന്നത്, ലാ തർഫഉ അസ്വാതകും ഫൗഖ സൗത്തിൻ നബി, അല്ലാഹുവിന്റെ റസൂലിന്റെ ശബ്ദത്തെക്കാളും വലിയ ശബ്ദത്തിൽ സംസാരിച്ചൂടാ. ഇനി ആ പ്രവാചകനെ അവിടെ ഇരുത്തിക്കൊണ്ട് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനം പറഞ്ഞാലും പ്രവാചകന്റെ മുമ്പിൽ നിങ്ങളെ ശബ്ദം പൊങ്ങാൻ പാടില്ല. ഞാനാണെങ്കിൽ വലിയ ശബ്ദമുള്ള ആളാ, എനിക്ക് പേടിയാവുന്നു. ഞാനെങ്ങാനും സംസാരിച്ച റസൂലുള്ളാഹിനെക്കാളും വലിയ ശബ്ദത്തിലായാൽ നരകത്തിലായി പോകുന്നു, പേടിയാവുന്നു, പള്ളിയിൽ വരാൻ തോന്നുന്നില്ല. ഇതാണ് സഹാബി, ഇതാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ ഖദർ അറിഞ്ഞ മുഅ്മിൻ. നമുക്കിപ്പോഴും സുന്നത്തെല്ലാം ഫുട്ബോളാ, തട്ടിക്കളിക്കാൻ കാലമുണ്ട്. അള്ളാഹു മനസ്സിലാക്കേണ്ട തൗഫീഖ് നസീബാക്കി തരട്ടെ. അദ്ദേഹം തിരിച്ചു വന്നു, യാ റസൂലല്ലാഹ്. അദ്ദേഹം പറയുന്നത് എങ്ങനെയാണ്? സാബിത്ത് ഇബ്നു ഖൈസ് പറയുന്നത് കുറച്ച് സൗണ്ട് കൂടിയ ആളാണ്. വർത്താനം പറഞ്ഞാൽ അള്ളാഹു പറഞ്ഞതിനെതിരായി പോകുന്നു, പേടിച്ചിട്ടാ വരാത്തത്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വിട്ടു, ഇദ്ഹബ് ഇലൈഹി, നീ അങ്ങോട്ട് പോ. ഫഖുൽ ലഹു, എന്നിട്ട് സാബിത്തിനോട് പറ, ഇന്നക ലസ്ത മിൻ അഹ്ലിൻ നാർ, നീ നരകവാസിയല്ല. സർട്ടിഫിക്കറ്റാണ്. ഏതാ പറയപ്പെടാൻ കാരണം എന്താ അറിയോ? ഒരൊറ്റ കാര്യം, അല്ലാഹുവിന്റെ റസൂലിന്റെ ഖദറിനെ മാനിച്ചു. ശബ്ദം കൂടിപ്പോകുന്നു, പേടിച്ചിട്ട് പോയില്ല. ഇന്നും ഉലമാക്കൾ പറഞ്ഞു, മദീനയിൽ മസ്ജിദുൽ നബവിയിൽ ഈ ആയത്ത് ബാധകമാണ്. വർഷത്തിൽ വർത്താനം പറയാനും കളിക്കാനും ജീവിക്കാനും പാടില്ല. ഇന്നക ലസ്ത മിൻ അഹ്ലിൻ നാർ, നീ നരകവാസിയല്ല. വലാകിന്നക മിൻ അഹ്ലിൽ ജന്ന, നീ സ്വർഗത്തിന്റെ അവകാശിയാണ്. ഈ വാക്ക് കേട്ടതിന് ശേഷം പ്രിയപ്പെട്ടവരെ, ബാക്കി സഹാബാക്കൾ സാബിത്തിനെ കണ്ടത് എങ്ങനെയായിരിക്കും? സാബിത്ത് നടന്നു വരുമ്പോൾ പറയും, ഇതാ സ്വർഗവാസി വരുന്നു. അള്ളാന്റെ ഹബീബിന്റെ നബൂവത്തിന്റെ നാവ് കൊണ്ട് നീ സ്വർഗത്തിലാണെന്ന് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. അവിടെ എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വന്നത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചിലർക്ക് അറിഞ്ഞില്ല. ആ പണ്ട കവി പാടിയതുപോലെ, മുഹമ്മദുൻ ബശറുൻ ലാ കൽ ബശർ, യാഖൂത്തുൻ ഹജറുൻ ലാ കൽ ഹജർ. മുഹമ്മദ് മനുഷ്യനാണ്. ഇറച്ചിയുണ്ട്, കൽബുണ്ട്, ചോരയുണ്ട്, ശഹവത്തുണ്ട്, ഭാര്യമാരുണ്ട്, മക്കളുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ ലാ കൽ ബശർ, നമ്മളെല്ലാവരും പോലെയല്ല. ഒരു പ്രത്യേകതയുണ്ട്. ഏതുപോലെ? യാഖൂത്തുൻ ഹജർ, പവിഴം, മുത്ത്, ഡയമണ്ട്. ഹജറും കല്ലാണ്. ലാ കൽ ഹജർ, ഈ കാണുന്ന കല്ല് പോലത്തെ കല്ലല്ല. അതിന് വ്യത്യാസം. അതേപോലെ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ ഖൽബിൽ അത്ര വലിയ സ്ഥാനത്ത് ഉണ്ടാവണം. അല്ലാഹു നല്ല തൗഫീഖ് നസീബാക്കി അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, والصلاة والسلام على نبينا محمد وآله وصحبه أجمعين. أما بعد فيا أيها الناس أوصيكم وإياي ثانيا بتقوى الله. അള്ളാഹുവിന്റെ സത്യവിശ്വാസികളായ അടിമകളെ, ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കഴിവിന്റെ പരമാവധി അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും ഒരിക്കൽ കൂടി ഉപദേശിക്കുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. ഒരു ദിവസം അബൂജഹൽ, ഈ ഉമ്മത്തിന്റെ ഫിർഔൻ, മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും വലിയ ശത്രു, അല്ലാഹുവിനെ വെല്ലുവിളിച്ചു. ഓ പറഞ്ഞു, അല്ലാഹുമ്മ, ആരെന്നെ വിളിക്കുന്നു? അല്ലാഹുവിനെ വിളിക്കുന്നു. അല്ലാഹുമ്മ ഇൻ കാന ഹാദാ ഹുവൽ ഹഖ് മിൻ ഇൻദിക്, ഈ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന് പറയുന്ന ഈ കാര്യം നിന്റെ അടുത്ത് നിന്നുമുള്ള ഹഖാണെങ്കിൽ, നമ്മൾ എന്തായാലും അംഗീകരിക്കുന്നില്ല, നമ്മൾ വിശ്വസിക്കുന്നില്ല. ഇനി അത് സത്യമാണെങ്കിൽ ഫഅംതിർ അലൈനാ ഹിജാറതൻ മിനസ് സമാ, ആകാശത്തിൽ നിന്നും നമ്മളെ മുകളിലേക്ക് നീ കല്ലിന്റെ മഴ വർഷിപ്പിച്ചോളി. അല്ലെങ്കിൽ വേദനയുള്ള എന്തെങ്കിലും ശിക്ഷ തന്നോളി. അപ്പൊ ആൾക്കാർക്ക് തിരിയുമല്ലോ ഏതാ ഹക്ക് ഏതാ ബാത്തില്. മുഹമ്മദ് പറയുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹക്കാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നില്ല. അബൂജഹൽ പറയാ, ഇനി അഥവാ ഹക്കാണെങ്കിൽ നീ കല്ലിന്റെ മഴ നശിപ്പിച്ചോ, നമ്മളെ നശിപ്പിച്ചോ. അപ്പൊ ആൾക്കാർക്ക് തിരിയുമല്ലോ അത് ഹക്കാണോ ബാത്തിലോ.
അള്ളാഹ്ക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ തൊട്ടടുത്ത ആയതെന്താ അറിയോ? ഈ ഒരു വെല്ലുവിളിയും ഈ ഒരു കുരുത്തം കെട്ട വാക്കും അള്ളാഹുന്റെ ദർബാറിലെത്തി. പക്ഷെ തിരിച്ച് അള്ളാഹു പറഞ്ഞെന്താ അറിയോ? വമാ കാന അല്ലാഹു ലിയുഅദ്ദിബഹും വഅൻത ഫീഹിം. വമാ കാന അല്ലാഹു ലിയുഅദ്ദിബഹും വഅൻത ഫീഹിം. യാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, വല്ലാത്ത വാക്ക് അബൂ ജഹൽ പറഞ്ഞ് നശിപ്പിക്കേണ്ടതാണ്. പക്ഷെ നിങ്ങളവിടെ ജീവനോടെ ഉള്ളപ്പോൾ അത് നിങ്ങളുടെ ഉമ്മത്തെ തൊടൂല. അല്ലാഹുവിന്റെ റസൂലിന് അള്ളാഹു കൊടുത്ത മഖാമാണ്. വഅൻത ഫീഹിം, നിങ്ങൾ ഉള്ളപ്പോൾ അവർക്ക് ഞാൻ ശിക്ഷിക്കൂല. അതേസമയത്ത് മുമ്പ് വന്ന ആൾക്കാരും നൂഹ് തൊട്ട് ഇങ്ങോട്ട് ആലോചിച്ച് നോക്കി. ഹൂദിന്റെ ആദിൽ, സമൂദ്, അതേപോലെ തന്നെ ഇറമ്, മൂസാ നബിയുടെ കാലത്ത്, ഇബ്രാഹിം നബിയുടെ കാലത്ത് ഒക്കെ പ്രവാചകന്മാര് ജീവനോടെ ഉള്ളപ്പോഴാണ് അദാബ് വന്നത്. പക്ഷെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവനോടെ ഉള്ളപ്പോൾ ഇമാം ഖുത്ബി റഹ്മഹുല്ലാഹ് അദ്ദേഹത്തിന്റെ തഫ്സീറിൽ ഒരു കഥ പറയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് ഒരാള് നേരെ ചൊവ്വേ ജീവിക്കൂല, അംഗീകരിക്കൂല, അനുസരിക്കൂല, തോന്നിയ പോലെ. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു റബീഉൽ അവ്വൽ മാസത്തിൽ വഫാത്തായതിനു ശേഷം അയാൾ ചേഞ്ചായി. അയാൾ പിന്നെ ദീനിയായി. സഹാബാക്കൾ പറഞ്ഞു, നീ അല്ലാഹുവിന്റെ റസൂൽ ഹയാത്തോടെ ഉള്ളപ്പോഴായി ഇങ്ങനെ ചെയ്തതെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലംക്ക് എത്ര സന്തോഷമാകുമായിരുന്നു. അയാൾ ഈ ആയത്ത് ഓതി കൊടുത്തു. ഞാൻ എന്റെ ധൈര്യത്തിലെന്നറിയോ അങ്ങനെ നിന്നത്? നമ്മുടെ കൂടെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഉള്ളപ്പം അല്ലാഹുവിന്റെ അദാബ് വരൂലെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഇനി എനിക്ക് പേടിയാവുന്നു അദാബ് വന്നേക്കുമോ എന്ന്. കൊണ്ട് ചേഞ്ചായി. അതെ, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു അത്ര വലിയ സ്ഥാനം, ബഹുമാനം, ആദരവ് നൽകിയിട്ടുണ്ട്. ഏറ്റവും കടുപ്പപ്പെട്ട ഒരു ഭാഷയിൽ അല്ലാഹു പറഞ്ഞു പരിശുദ്ധ ഖുർആനിൽ. അല്ലാഹു സാധാരണ സത്യം ചെയ്ത് പറയാറുണ്ട്. വശംസി വദുഹാഹ വന്നജ്മി ഇദാ ഹവ വസ്സമാഇ, ഇങ്ങനെ കുറേ ഉണ്ട് ഖുർആനിൽ. പക്ഷെ ആ കൂട്ടത്തിൽ ഒരു വ്യക്തിയെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമാണ്. ലഅംറുക ഇന്നഹും ലഫീ സക്റതിഹിം യഅമഹൂൻ. നബിയെ, നിങ്ങളുടെ ജീവിതം തന്നെയാണ് സത്യം. ഒരാളെ പറ്റിയും അല്ലാഹു ആ വാക്ക് പറഞ്ഞില്ല. ഒരു നബിയെ പറ്റിയും മൂസാ നബി നേർക്കുനേരെ സംസാരിച്ചിട്ടുണ്ട്. ഇബ്രാഹിം അല്ലാഹുവിന്റെ ഖലീലാണ് അലൈഹിസ്സലാം. അതേപോലെ ദാവൂദ് അലൈഹിസ്സലാമിനെ പറ്റി അല്ലാഹു ദാവൂദ് എന്റെ ഇഷ്ടപ്പെട്ട അടിമയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഈസാ നബി അലൈഹിസ്സലാം റൂഹുല്ലാഹിയ, നൂഹ് അലൈഹിസ്സലാം, അബുൽ ബശർ, അബുൽ അംബിയ, ഒരുപാട് പേരുണ്ട്. പക്ഷെ ആരെയും ഖുർആനിൽ അങ്ങനെ അല്ലാഹു സത്യം ചെയ്ത് പറയാൻ ഉപയോഗിച്ചിട്ടില്ല. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മാത്രം. വളരെ പ്രിയപ്പെട്ടവരെ, ആ പ്രവാചകന്റെ വില അറിയണം. ഇൻഷാ അല്ലാഹ് തുടർന്നുള്ള ആഴ്ചകളിൽ നമ്മൾ സംസാരിക്കുന്ന വിഷയം മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രത്യേകതകളായിരിക്കും. അല്ലാഹു ആ പ്രവാചകനെ അറിയാനും ജീവനേക്കാൾ അധികം സ്നേഹിക്കാനും ഇത്തിബാഅ ചെയ്യാനും തൗഫീഖ് നസീബാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. വന്നുപോയ പാപങ്ങൾ അല്ലാഹു മാപ്പാക്കി തരട്ടെ. ഇനിയുള്ള കാലം അല്ലാഹുവിന്റെ പൊരുത്തത്തിലും തൃപ്തിയിലുമായി കഴിച്ചുകൂട്ടാൻ അല്ലാഹു നല്ല തൗഫീഖ് നസീബാക്കി തരട്ടെ. എല്ലാ ഫിത്നകളിൽ നിന്നും, ഫസാദുകളിൽ നിന്നും, മുസീബത്തുകളിൽ നിന്നും അല്ലാഹു നമ്മയും നമ്മുടെ കുടുംബത്തെയും നാട്ടുകാരെയും കാത്തുരക്ഷിക്കട്ടെ. അലാ വ ഇന്നല്ലാഹ സുബ്ഹാനഹു വ തആല അമറനാ ബിസ്സലാത്തി വസ്സലാമി അലൈഹി. അലാ വ ഇന്നല്ലാഹ സുബ്ഹാനഹു വ തആല أمرنا بالصلاة والسلام عليه فصلوا وسلموا على النبي صلى الله عليه وسلم. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. اللهم ارض عن الخلفاء الراشدين وأفضل أمراء المرشدين عن أبي بكر وعمر وعثمان وعلي رضوان الله عليهم أجمعين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. اللهم اعز الإسلام والمسلمين وأذل الشرك والمشركين وانصر الإسلام والمسلمين والمجاهدين في سبيلك يا رب العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. أقول قولي هذا وأستغفر الله العظيم لي ولكم ولجميع المؤمنين فاستغفروه إنه هو الغفور الرحيم.